കണ്ടന്റ് എടുക്കുമ്പോൾ ഇവര് ലൈവായിട്ട് ചെയ്യുമ്പോൾ അയ്യോ എന്റെ ശലത്ത ഇത്ര റിസ്ക് ഉണ്ടോ ഈ കണ്ടന്റ് എടുക്കാന്, ആരുടെ കീഴിലും അല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ആദ്യം ഉള്ളത്. ചെറിയൊരു ഫംഗ്ഷന് വരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡിലേക്ക് മാറിയല്ലോ. എന്റെ ഫസ്റ്റ് പേയ്മെന്റ് 2000 ആണ്. ഞാൻ ആ ബസ് സ്റ്റോപ്പിലാണ് ആ ഒരു തീരുമാനം എടുത്തത്. അപ്പോ ഇതിന്റെ കൂടെ ഹെൽത്തും കൂടി നോക്കണം. പിന്നെ ഹെൽത്ത്, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സ്പൈനിലും ബെൻഡ് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാല് എന്റെ ലൈഫ് മാറ്റിയതിന്റെ ഒരു ഫ്രണ്ടാന്ന് പറയാം. ആരാണ് ഒരു യഥാർത്ഥ ഇൻഫ്ലുവൻസർ? ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരാണോ അതോ ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണോ എന്നുള്ള ചർച്ച എപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പൊ ചർച്ചകളൊക്കെ ഒരു ഭാഗത്ത് നടക്കട്ടെ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേർക്ക് വരുമാന മാർഗം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ള ദ വെരി യങ് ആൻഡ് ടാലന്റഡ് ആൻഡ് അബോവ് ഓൾ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും എഡ്യൂക്കേറ്ററുമായിട്ടുള്ള ഷഹല ബക്കറാണ് നമ്മോടൊപ്പം ഉള്ളത്. ഹായ് ഷഹല, ഹലോ, വെൽക്കം ടു ബിയോണ്ട് ദ 1 മിനിറ്റ്. താങ്ക് യു സോ മച്ച്. ഒരു മൈക്രോബയോളജിസ്റ്റിൽ നിന്ന് ടീച്ചിങ്ങിലേക്ക്, ടീച്ചിങ്ങിൽ നിന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റിലേക്ക്, ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ആക്ച്വലി കുറേ ട്വിസ്റ്റോട് കൂട്ടിയുള്ള യാത്ര തന്നെയായിരുന്നു കേട്ടോ. അത് ചുരുക്കി പറയാം, കാരണം കുറേ ട്വിസ്റ്റാണ്. ആക്ച്വലി മൈക്രോബയോളജിസ്റ്റ് ആയത് വലിയ താല്പര്യമൊന്നുമില്ല. ഗവൺമെന്റ് കോളേജിൽ ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ കയറിയതാണ്. കൊള്ളാലോ. കാരണം വീട്ടുകാർക്ക് എന്നെ ഹോസ്റ്റലിൽ വിടണം, വീട്ടിൽ നിർത്തൂല എന്നുള്ള സംഭവമായിരുന്നു. കയ്യിലിരിപ്പോണ്ടായിരിക്കാം മേ ബി. അപ്പം മൈക്രോബയോളജി അങ്ങനെ കഴിഞ്ഞു. ഒരുവിധം കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷെ ഇഷ്ടമില്ലാണ്ട് പഠിച്ചത് തന്നെയായിരുന്നു. പക്ഷേ മൈക്രോബയോളജിസ്റ്റ് ആവാൻ മൗലാന അറിയാലോ, മൗലാനയിലായിരുന്നു ഞാന്. ത്രൂ ഔട്ട് മൈക്രോബയോളജി തന്നെ വേണം, അങ്ങനെ അങ്ങനെ പോയി PG ബാക്കിയുള്ള കാര്യങ്ങൾ അതിൽ വർക്കും ചെയ്തിരുന്നു. വർക്ക് ചെയ്തിരുന്നു. 1 ഇയർ മൗലാനയില് മൈക്രോബയോളജി ലാബില് ഇങ്ങനെ കൾച്ചറൊക്കെ ചെയ്തിരിക്കുന്നു. അപ്പം പിന്നെന്തോ സ്റ്റാർട്ട് ചെയ്തപ്പോ കുഴപ്പമില്ല. പക്ഷെ ഒരു 6 മന്ത് ഒക്കെ ആയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് പറ്റുന്നൊരു ഏരിയ അല്ല. എനിക്ക് മാത്രല്ല അവിടെ ഉള്ളവർക്കും മനസ്സിലായി. കാരണം ഞാൻ അവിടെ അന്നേ എനിക്ക് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, സ്വന്തമായിട്ട് എന്തെങ്കിലും, മീൻസ് ആരുടെ കീഴിലും അല്ലാണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടിയിട്ടാണ് ആദ്യം ഉള്ളത്. സോ അങ്ങനെ ആയപ്പം ഈ മൈക്രോബയോളജി ലാബിൽ ഞാൻ ഒരു ഹിജാബ് ഉണ്ടല്ലോ, പണ്ട് ട്രെൻഡിങ് ആയി നമ്മുടെ ഈ ഹെവി ഷിഫോണിന്റെ ഹിജാബിന്റെ ഒരു ഓൺലൈൻ പേജ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത് സ്ഥിരമായിരുന്നു കുറച്ച് മുന്നേ എല്ലാവരും ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്തത്. ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ തട്ടിക്കൂട്ടി അത് സ്റ്റാർട്ട് ചെയ്ത് ലാസ്റ്റ് OT വരെ ഞാൻ ഹിജാബ് കൊടുക്കാൻ തുടങ്ങി മൗലാനയില്. അപ്പൊ ഒരിക്കൽ ICUയിൽ പോയപ്പം സിസ്റ്റേഴ്സിന് ഞാൻ ഇവിടുന്ന് മുങ്ങി ICUയിൽ, ഇതൊക്കെ അറിഞ്ഞ സീനൊന്നുമില്ല, നൈസായിട്ടിന്റെ പുറത്താക്കിയ പോലെ തന്നെ ഇരുന്നു. അപ്പം അവിടെ കൊടുക്കുന്നപ്പം HOD, ഞങ്ങൾ HOD ഉണ്ട്, ആള് അങ്ങനെ സംസാരിക്കാത്ത ആളാകെ സംസാരിച്ചതാ, ശൈലക്ക് പറ്റിയ പണിയല്ലത്, ശൈല ഇവിടുന്ന് പോവായിരിക്കും നല്ലത് ഒന്നാമത് ഞാൻ റിസൈൻ ചെയ്യാൻ നിൽക്കുന്നായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ലാബിന്ന് ഓൺലൈൻ ബിസിനസ് തുടങ്ങി പറയാ. പക്ഷെ ഞാൻ ഹാപ്പിയാണ് അതുകൊണ്ട്, കാരണം ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ എനിക്കത് ഒട്ടും നടക്കില്ല, കാരണം ഒരു കൂട്ടിലിട്ട പോലെയായിരുന്നു, ഒട്ടും നടക്കില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. പിന്നെ എന്തെന്ന് ഭയങ്കര ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ, കാരണം അന്നൊന്നും മേക്കപ്പിനൊരു സംഭവം മൈൻഡിലേ ഇല്ല, അതാണ് പാഷൻ, അറിഞ്ഞിട്ടില്ല. അങ്ങനെ അവിടുന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ നമുക്കൊരു പ്രൈവറ്റ് സ്കൂളാ, 9th വരെയുള്ളൊരു സ്കൂൾ, ഉപ്പാന്റെ കെയർ ഓഫില്, എന്റെ ഫാദർ ഇൻലോന്റെ കെയർ ഓഫില് അവിടെ കയറിയിട്ട് KG മുതൽ 9th വരെ ഞാൻ ക്ലാസ് എടുത്തു. എല്ലാ കുട്ടികളുമായിട്ട് ചെറിയൊരു വരുമാനം, വലിയ സാലറി അറിയാലോ, ആ ഒരു രീതിയിൽ കയറി. പക്ഷെ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മനസ്സിലായ ഇത് കൊള്ളാം, കുറച്ചും കൂടി ഇന്ററാക്ഷൻ ഉണ്ട്, കുറച്ച് മനുഷ്യന്മാരെ കാണുന്നുണ്ട് സത്യസന്ധമായി പറയുന്നുണ്ടെങ്കിൽ. അതിൽ ഞാൻ എൻജോയ് ചെയ്തു. കുറെ നമ്മളതായ രീതിയിൽ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആയി. അങ്ങനെ ഇരിക്കുകയാണ് സത്യം പറഞ്ഞാല് എന്റെ ലൈഫ് മാറ്റിയതിന്റെ ഒരു ഫ്രണ്ടാന്ന് പറയാ. അവളോട് ഞാൻ എപ്പോഴും എന്താ പറയാ താങ്ക്ഫുൾ ആണ്. അവളെ കാണുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാന്നൊക്കെ അവളെപ്പോഴും പറയൂ, നീ വർക്ക് ചെയ്യുന്നതിന്റെ പകുതി എനിക്ക് തരണം. കാരണം എന്ത് രീതിയിലാണ് അവൾ എന്നോട് അവളെ വെഡിങ് ഞാൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. വെഡിങ്ങില് മുമ്പ് ഒരു പരിചയമല്ല, എനിക്ക് മേക്കപ്പ് ചെയ്ത് യാതൊരു പരിചയമല്ല. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യും. പക്ഷെ ഈ ഹോസ്റ്റലായതുകൊണ്ട് നമ്മള് ചുമ്മാ ഫ്രണ്ട്സൊക്കെ കൂടിയിട്ട് ഓരോന്ന് കാണിച്ചു കൂട്ടുമല്ലോ, അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനായിരിക്കും മുമ്പിൽ. പ്രൊഫഷണലി ഒന്നും അറിയില്ല.
ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. ഈവൻ എനിക്ക് ബ്രാൻഡ്സ് പോലും അറിയില്ല. ആകെ അറിയുന്നത് നമ്മളുടെ ആ ഒരു ഞാനൊക്കെ അന്ന് ഏറ്റവും നല്ല രീതിയിൽ നല്ല റിച്ച് ആയിട്ട് യൂസ് ചെയ്തെന്ന് അറിയോ, നമ്മുടെ മേബിലിന്റെ ബേബി ലിപ്സ്. പിങ്ക് ഷെയ്ഡ്. അതെ അതെ, അത് ഭയങ്കര അതായിരുന്നു ഞങ്ങള് റിച്ച് ആയിട്ട്. ശരിക്കും ആ സമയത്തൊന്നും ലിപ്സ്റ്റിക് പോലും യൂസ് ചെയ്യുന്നില്ല. ലിപ് ബാം ഇടാൻ തന്നെ എല്ലാവർക്കും ഭയങ്കര ചമ്മല. പിങ്കിഷ് കളർ വരുമ്പോ ലിപ്സ്റ്റിക് ഇട്ട് തോന്നുന്നു എന്നൊക്കെ തോന്നുന്നു. സത്യം. ഇപ്പൊ ഭയങ്കര കോമൺ ആയി എല്ലാവരും. ആ ഒരു സംഭവം മാത്രമാണ് എന്റെ വാനിറ്റിയിൽ കുറച്ച് റിച്ച് ആയിട്ട് കാണുന്ന സാധനം. അതിനെത്ര 300 രൂപ. അപ്പൊ അങ്ങനെ ഉള്ള ഒരാളെ എന്ത് ധൈര്യത്തിൽ അവളിത് ഏൽപ്പിച്ചു. ഷായിഫ എന്നാട്ടോ അവളെ പേര്. ഷായിഫ, നീ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് വെറുതെ? അപ്പൊ ഇല്ല. അപ്പൊ അവളെ കയ്യില് ഒരു മേക്കപ്പ് ബോക്സ് ഉണ്ട്, ലൈക്ക് സെഫോറ. അന്ന് സെഫോറ എന്താന്ന് പോലും എനിക്കറിയില്ല. സെഫോറ ബ്രാൻഡിന്റെ ഒരു, നമ്മൾ ഈ തുറന്നാല് പൂമ്പാറ്റൊക്കെ ഇതളായിട്ട് വരുന്ന സാധനം. അതിലുള്ളൊരു മേക്കപ്പ് ബോക്സ് ഉണ്ട്. ഇത് വെച്ച് എനിക്ക് ചെയ്തു തന്നാ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ ഫൈൻ, ഒന്നും നോ പറയില്ല കേട്ടോ. അറിയില്ലെങ്കിലും ഇപ്പോഴും അങ്ങനെയാ, ഏറ്റെടുക്കും. എന്നെക്കൂടെ പറ്റുന്നുണ്ടെങ്കിൽ ഞാനിപ്പോ എന്തും കൊടുത്താലും ഞാൻ ചെയ്യും. അപ്പൊ ഞാൻ ഓക്കെ. അപ്പൊ 1 month എന്റെ കല്യാണത്തിന് ശേഷമാണ് 1 month ഗ്യാപ്പ് ഉണ്ടായിരുന്നു അവളെ കല്യാണത്തിന്. അങ്ങനെ ഈ 1 month ഞാൻ കമ്മിറ്റ് ചെയ്തിട്ട് ഒരു 1 month ഗ്യാപ്പ് ആയിരുന്നു. ഈ ഒരു 1 month ഞാൻ എന്ത് ചെയ്തു, അതാണ് എന്റെ തലവര ഫുള്ള് മാറ്റിയത്. യൂട്യൂബില് നന്നായിട്ട് സെർച്ച് ചെയ്ത് ഫുൾ സ്റ്റഡി ചെയ്ത് ഓരോ വീഡിയോസ്, മേക്കപ്പ് ട്യൂട്ടോറിയൽ കാര്യങ്ങള്, ഐ മേക്കപ്പ്. ആദ്യം പഠിച്ചത് ഐ മേക്കപ്പ് ആട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം, ഐസ് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെ ഐ മേക്കപ്പ് ചെയ്ത് എന്റെ കണ്ണിൽ തന്നെ പഠിച്ചു. അങ്ങനെ ഈ ഒരു 1 month കൊണ്ട് പിന്നെ എന്നോട് ഭയങ്കര ക്രീസായി. അതായത് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് കണ്ടോണ്ടിരിക്കുക, സെർച്ച് ചെയ്തോണ്ടിരിക്കുക, അതിനോടൊരു ഇഷ്ടം തോന്നി. അപ്പം മടുക്കുന്നേ ഇല്ല. അതിന് പിന്നെ ഉമ്മാനെ അനിയത്തിനെ എല്ലാരും മേക്കപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ എല്ലാ സാധനങ്ങൾ വെച്ച് പിന്നെ പയ്യെ ഞാന് നോർമൽ നമ്മുടെ പ്രൊഡക്ട്സുകൾ ഉണ്ടാവുമല്ലോ, നോർമൽ ഫാൻസിന്ന് കിട്ടുന്ന സംഭവങ്ങളൊക്കെ വെച്ചിട്ട് പഠിച്ചു. അങ്ങനെ ഏകദേശം ഓക്കെ, കുഴപ്പമില്ല. ആ കല്യാണത്തിന് അത്യാവശ്യം മേക്കപ്പുകളൊക്കെ പഠിച്ചു. അതെ അതെ, അത് മതി, അത്രേ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. അന്നത്തെ ഒന്നൊരു ആളാവാ എന്നുള്ളൊരു സാധനം. അങ്ങനെ ആ കല്യാണം മെഹന്തി, ഹൽദി, വെഡ്ഡിങ് 3 ലുക്കായിരുന്നു. അത് ചെയ്തു. അത് വേണമെങ്കിൽ ഞാന് ഈ വീഡിയോന്റെ കൂടെ ആ ഫോട്ടോ നമുക്ക് ഇടാട്ടോ. കാരണം അന്നത്തെ ആ മേക്കപ്പ് ഞാൻ ഭയങ്കര സംഭവം കൊണ്ടുവരുന്ന മേക്കപ്പും ഇപ്പം ഭയങ്കര ഇതാണ്. കാരണം ഇവിടൊക്കെ ഫുൾ ബ്ലാക്ക് അപ്പ്, ബട്ട് അന്നത് നല്ലതായിരുന്നു. അങ്ങനെ കഴിഞ്ഞപ്പം ഭയങ്കര കോംപ്ലിമെന്റ്സ് ആയി. എന്തോ ഗോഡ്സ് ഗ്രേറ്റ്. എല്ലാരും ആരും നെഗറ്റീവ് പറഞ്ഞില്ല. പ്രായമായവരും എല്ലാരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര അഭിപ്രായമായിരുന്നു. അപ്പൊ ഞാൻ കൊള്ളാം, പ്രൗഡായി. ആ ഒരു വർക്കിന് ശേഷം എനിക്ക് പിന്നെ കുറെ കോണ്ടാക്ട്സ്, ഞാൻ അത്യാവശ്യം ഫ്രണ്ട് സർക്കിൾസ് ഉണ്ട്. എല്ലാരും നല്ലപോലെ കീപ്പ് ചെയ്യാം. എല്ലാരോടും നന്നായിട്ട് സംസാരിക്കുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? നന്നായിട്ട് സംസാരിക്കും. അപ്പോ ആ ഒരു ഇതുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ റിലേഷൻസും കീപ്പ് ചെയ്യാറുണ്ട്. അപ്പം എന്റെ വാട്സപ്പ് സ്റ്റാറ്റസും ഇൻസ്റ്റഗ്രാം ഒന്നും പേജൊന്നും ഇല്ല. ഇൻസ്റ്റാഗ്രാം ഇല്ല, പേഴ്സണൽ പേജ് ഉണ്ട്, പക്ഷെ അതിലങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ണു മാത്രമൊക്കെ കാണിച്ചിട്ട് ഫോട്ടോസ് ഇടുന്ന, കാണിക്കാത്ത ഫോട്ടോസ് മാത്രം. അപ്പം അന്നേരം ഇതെല്ലാം കണ്ട് കോളേജ് ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്യാൻ തുടങ്ങി. കാരണം അന്ന് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കുറവാണ്. ഇപ്പം സ്റ്റുഡിയോ ആയിട്ടൊക്കെ പോയി ചെയ്യുന്ന ഒരു ട്രെൻഡാണ് അന്ന്. പിന്നെന്ന് പറഞ്ഞാൽ അന്ന് അതേപോലെ തന്നെ വീടുകളിലൊക്കെ ബ്രൈഡ്സിന് ആരെങ്കിലും കുടുംബക്കാരൊക്കെ അല്ലേ ഒരുക്കുന്നത്. അതല്ലാണ്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്ന് ഒരുക്കുന്നത് വളരെ റയർ അല്ലേ? ഇപ്പൊ ഞാൻ ആക്ച്വലി ഒരു 6.5-7 years ആയിട്ടുള്ളൂ കേട്ടോ അങ്ങോട്ട് വന്നിട്ട്. പിന്നെ വല്ലാണ്ട് പ്രായക്കല്ലേ അന്തകാലം. അതല്ല, പെട്ടെന്നൊരു വലിയ ചേഞ്ച് വന്നു. അപ്പം ആ ഒരു സമയത്ത് ഉണ്ട്. ആ സമയത്ത് നമ്മുടെ ഇന്ന ചെയ്തത് സഹലായിരുന്നു. അപ്പൊ അവരൊക്കെ ആണ്, കൂടുതലില്ല. ഇന്ന് പറഞ്ഞാല് ചെറിയൊരു ഫംഗ്ഷന് വരെ മേക്കപ്പ് ആർട്ടിസ്റ്റ് വന്നിട്ട് മേക്കപ്പ് ചെയ്ത് പോകുന്ന ഒരു ട്രെൻഡിലേക്ക് മാറിയല്ലോ. അപ്പൊ അത് വെച്ച് ഞാൻ കമ്പയർ ചെയ്താണ് അന്നത്തെ. അത്ര അങ്ങ് ട്രെൻഡ് ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫാമിലിയില് നമ്മളെ പുറത്തുനിന്ന് ആർട്ടിസ്റ്റിനെ വിളിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവള് എന്നെ ആശ്രയിച്ചത്. പക്ഷെ നമ്മളത് വൃത്തിയിൽ ചെയ്ത് അതിനുശേഷം പിന്നെ എനിക്ക് വേറൊരു ഫ്രണ്ടിന്റെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവും. അങ്ങനെ വന്ന് ഇതൊന്നും പേയ്മെന്റ് ആയിട്ടല്ല കേട്ടോ. അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ പേരില് എനിക്കതൊരു രസമായി. നമുക്കൊരു ത്രില്ലായല്ലോ. ഒരു ആദ്യം ഒന്ന്
അപ്പോഴും ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ടീച്ചറായിട്ട് അവിടെ സേഫ്, ഒരു സംഭവം സേഫ് ആയിട്ടുണ്ട്. ഇത് എന്താണ് എങ്ങോട്ടാ റൂട്ട് എന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു 2-3 വർക്ക്സ് ഇങ്ങനെ ചെയ്തു. പിന്നെ മൂന്നാമത്തേതായപ്പം എന്റെ കയ്യിൽ പ്രൊഡക്ട്സുകളില്ല. കാരണം നമ്മൾ ഫ്രണ്ട്സ് ചെയ്യണ പോലെയല്ലോ പുറത്ത് ചെയ്യുമ്പോ നമ്മുടെ കയ്യിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ട് പോവാൻ പറ്റില്ല. അങ്ങനെ എനിക്കിപ്പോ ഓർമ്മയുണ്ട്, കുന്നപ്പള്ളിയിൽ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഞാനും എന്റെ സിസ്റ്ററാണ് നാത്തൂന്. ഞങ്ങള് ഒബ്വിയസ്ലി ബസ്സിൽ തന്നെയാണ് നമ്മൾ പോവാറ് വർക്കിന്. ആ ബസ് സ്റ്റോപ്പിലാണ് ആ ഒരു തീരുമാനം എടുത്തത്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ആ ബസ് സ്റ്റോപ്പ് പോകുമ്പോ ഹസ്ബൻഡ് പറയും നമുക്ക് നിന്റെ തലവരെ മാറിയ ബസ് സ്റ്റോപ്പ്. അപ്പൊ അവിടുന്ന് പറഞ്ഞു നമുക്കത് സീരിയസ് ആക്കിയാലോ, ഞാൻ ഈ പ്രൊഫഷനൊക്കെ ഇറങ്ങിയാലോ എന്നുള്ളൊരു സംഭവം. അവള് നമുക്ക് കോൺഫിഡൻസ് ആണോ വെച്ചു. എനിക്ക് ഇഷ്ടമുണ്ട്, വേറെ ഒന്നും എനിക്കറിയില്ല, എനിക്ക് ചെയ്യുമ്പോ ഒരു ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അതിൽ നോക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ആയി. പിന്നെ അത് ട്രൈ ചെയ്തിട്ടൊക്കെ സക്സസ് ആവുന്നുണ്ട്. അപ്പൊ നമുക്കൊരു രസം തോന്നി. അങ്ങനെ ചെയ്തപ്പോ ഞാൻ പറഞ്ഞു ഈ എന്റെ കൂടെ നിൽക്കുമെന്ന് വെച്ച സിസ്റ്ററോട്. അന്ന് അവള് മാരീഡ് ഒന്നുമല്ല. അപ്പൊ ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവളാണ് എന്റെ മൈസ് വേണമെങ്കിൽ പറയാം. എല്ലാം അവളേല് പരീക്ഷിച്ച് ഞാന് സെൽഫായിട്ട് പഠിച്ച് അങ്ങനെ പഠിച്ച് വേറൊരു വർക്ക്, ആ ഒരു വർക്കിന് വന്ന് അത് പേയ്മെന്റിലായിരുന്നു. എന്റെ ഫസ്റ്റ് പേയ്മെന്റ് 2000 ആണ്. 2000 rupees ആണ് എന്റെ ഫസ്റ്റ് പേയ്മെന്റ്. അപ്പൊ അങ്ങനെ 2000 രൂപക്ക് പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിയോ? അപ്പൊ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആ പ്രൊഡക്ട്സ് ആണോ? ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാല് സ്റ്റിൽ എനിക്കത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു പ്രൊഡക്ട്സുകളാണ്. കാരണം ഇതിന്റെ ഇടയില് ഒരു ക്ലാസ് വന്നിരുന്നു. അപ്പൊ ഈ ഒരു ക്ലാസ്സിന് നമ്മൾ എന്തെങ്കിലും ഒന്ന് നേരിട്ട് കണ്ടു പഠിക്കണല്ലോ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ അങ്ങനെ ഞാനൊരു 1 day സെമിനാർ പോലൊരു ഇതിന് പോയി, ഉച്ചവരെ ക്ലാസ്. അപ്പൊ അതില് ഞാനൊരു ഫ്രണ്ടിനെ പരിചയപ്പെട്ടു, ഷെറീന എന്നാണ് പേര്. അപ്പം ആളാണ് എനിക്ക് നൈക്ക ആപ്പ് പരിചയപ്പെടുത്തുന്നത്. അതൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. അത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അത് പെയ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു ക്ലാസ് ആണ് ഞാൻ ആകെ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്, കറക്റ്റ് ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ. അപ്പൊ ഇതിന് വേണ്ടിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം. അത് അന്ന് എനിക്ക് തോന്നുന്നു 3000 rupees എന്തോ ആണ് ഫീസ്. അങ്ങനെ അവള് എന്നോട് പറഞ്ഞു ശാല അങ്ങനെ നൈക്കയില് പർച്ചേസ് ചെയ്താൽ മതി, ഇവിടുന്ന് കിട്ടും. അന്നൊന്നും നമുക്ക് പ്രൊഡക്ട്സ് ഒന്നും കിട്ടൂല. പിന്നെ മോസ്റ്റ്ലി ആരും ഷെയർ ചെയ്യത്തൂല്ല എവിടുന്ന് വാങ്ങണം, എവിടുന്ന് കിട്ടും. ഇപ്പൊ പിന്നെ എല്ലാരും അതിലേക്ക് നമുക്ക് വരാം. കാരണം കുറെ പ്രൊഡക്ട്സ് ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതില്, പറയാം നമുക്ക്. അപ്പൊ അങ്ങനെ എല്ലാരും സീക്രട്ട് ആയിട്ട് വെക്കുന്നതാണല്ലോ ഈ മേക്കപ്പ് പ്രൊഡക്ട്സുകള്, അതിന്റെ ടിക്സ് അങ്ങനെയൊക്കെ. അപ്പൊ ഈ നൈക്കയില് വാങ്ങിച്ചിട്ട് 3000 rupees ഞാൻ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തത്. അതായത് ഒരു മേക്കപ്പ് കിറ്റ് കംപ്ലീറ്റ്. അതില് ഫൗണ്ടേഷൻ മേബിലിന്റെ ഫിറ്റ് മീ അറിയാം? പണ്ടൊക്കെ എപ്പോഴും എന്താ പൗഡർ ഒക്കെ ഇടാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അത് 2 പാർട്ട് ഉണ്ടാവും അതില്, 2 കളേഴ്സിലോ? അല്ല, അത് അതിന്റെ കോമ്പാക്ട്. ഇത് ഫൗണ്ടേഷൻ. അങ്ങനെ 2 ഐ തിങ്ക് 400-500 rupees അങ്ങനെ എന്തോ 1000ന്റെ ഉള്ളിൽ ഞാൻ 2 ഷെയ്ഡ്സ് മേടിച്ചു. അങ്ങനെ ആ 2 ഷെയ്ഡ്. പിന്നെ ഒരു എനിക്കിപ്പോ ഓർമ്മയുണ്ട്, നൈക്കയുടെ കുറച്ച് ബ്ലഷ്, പിന്നെ എല്ലാം കൂടെ അങ്ങ് ഒപ്പിച്ച് ഒരു 3000-3500 രൂപ. അതില് കോംപ്ലിമെന്റ് ആയിട്ട് കിട്ടിയ ഒരു കിറ്റ് ഉണ്ടായിരുന്നു. പൈസ കൊടുത്ത് വാങ്ങിയതല്ല, കോംപ്ലിമെന്റ് ആയിട്ട്. നെക്സ്റ്റ് വർക്കിന് വേണ്ടിട്ട്, അതായത് ഇനി മുമ്പോട്ട് ഇതാണ് പ്രൊഫഷൻ തീരുമാനിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സ്, അതായത് ഇതായിരുന്നു ശരിക്കും ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് 3500 രൂപക്ക് വാങ്ങിയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ്, അത് നൈക്കിന്ന്. അതെ, സ്റ്റിൽ ആ ബാഗ് എന്റെ കയ്യിലുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ ബാഗ്. കാരണം നമുക്കതൊരു ഓർമ്മയാണല്ലോ, ഞാനത് കൊണ്ടുവെക്കാറുണ്ട്. അപ്പൊ അതിലെല്ലാം കവർ ചെയ്തിട്ട്, പിന്നെ നമ്മുടെ ഞാൻ സ്കൂൾക്ക് വർക്കിന് പോകുന്ന സ്കൂൾ ബാഗില് അങ്ങനെ തന്നെ വർക്കിന് പോകാറുള്ളത് കേട്ടോ. അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് രാവിലെ ഇറങ്ങുമ്പോ സ്കൂൾ ബാഗിൽ എല്ലാം വെക്കും. പിന്നെ പോകും. അപ്പൊ ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് പോവോ? അല്ല, അതും വേറെ കാര്യം. സ്കൂളിൽ നിന്നും എല്ലാവരും പുറത്താക്കി മീൻസ് എനിക്ക് ഇതിനോടാണ് കൂടുതൽ കമ്മിറ്റ്മെന്റ്സ് വന്നത്. അപ്പോ ഒബ്വിയസ്ലി നമുക്ക് എല്ലാ വർക്ക്സും, ഏതൊരു വർക്ക് ചെയ്യുകയാണെങ്കിലും അതിൽ നമ്മൾ 100% കൊടുക്കണമെന്നാണല്ലോ. എനിക്ക് പറ്റില്ല എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. ഇതാണ് എന്റെ പ്രൊഫഷൻ എന്നുള്ളൊരു പോയിന്റ് ഞാൻ തീരുമാനിച്ചു. പിന്നെ ഇത് എൻജോയ് ചെയ്യാൻ തുടങ്ങുമ്പോ പതുക്കെ ഇത് നമുക്ക് അത്രക്ക് ഇല്ല, അതൊരു ബേർഡൻ ആയിട്ട് മാറും. അത് പിന്നെ നമുക്ക് ആദ്യം മനസ്സിലാവും, പിന്നെ നമ്മളിലൂടെ പുറത്തുള്ളവർക്കും മനസ്സിലാവും ഇയാൾ ഇതിന് ഫിറ്റ് അല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ അവരെ കൊണ്ട് പറയിപ്പിക്കാണ്ട് നമ്മളായിട്ട് അങ്ങ് പോയിരുന്നാണല്ലോ നല്ലത്. അങ്ങനെ അപ്പൊ ഇതിന്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഹസ്ബൻഡും ഫാമിലിയും എല്ലാരും ചോദിച്ചു ആർ യു ഷുവർ എന്നുള്ള രീതിയിൽ. അപ്പൊ യെസ് എന്നുള്ള രീതിയിൽ. പിന്നെ അവരുടെ അടുത്തൊന്നും ഞാൻ
കാശ് ചോദിച്ചിട്ടില്ല. ഓക്കെ. നമ്മൾ തന്നെ സേവ് ചെയ്ത്, കാരണം അഥവാ ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ അതെ പറയണ്ടല്ലോ, അതെ, നമ്മൾ അതെ. തന്നെ എല്ലാ രീതി. കാരണം ഹിജാബ് വിറ്റ കാശ് ഉണ്ടായിരുന്നു, അതെ ആ ബിസിനസ് സക്സസ് ആയിരുന്നു. അപ്പൊ അതിന് സേവ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഈ 3000 rupees ഉള്ള ഒരു വർക്കില് അങ്ങനെ 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 പോയി. ലാഭല്ലേ, കാരണം 3000 രൂപക്ക് വാങ്ങി 2000 രൂപ ഒരു വാക്കിന് കിട്ടി. ആ അതെ. 3000 രൂപ വീണ്ടും 2000 കിട്ടുമല്ലോ. അതെ, 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 ഞാൻ അതെ. അങ്ങനെ ചിന്തിച്ചു. അവിടെ നിന്ന് അവിടെ തുടങ്ങിയതാണ്. നിന്ന് തുടങ്ങി. അങ്ങനെ തുടങ്ങിയതാണ് ഈ ഒരു പിന്നെന്ന് പറഞ്ഞാല് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടോ വെച്ചാല് വർക്ക് കിട്ടാൻ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടില്ല കേട്ടോ. അത് എന്തോ ഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ അതായത് ഓരോ അതിനുള്ള കോംപ്ലിമെന്റ്സും കാര്യങ്ങളുണ്ട് അല്ലെ, അതങ്ങനെ കണക്ട് ചെയ്ത് എനിക്ക് വർക്ക്സ് വന്നു തുടങ്ങി. പക്ഷെ എനിക്ക് അപ്ഡേഷൻ ഉള്ളതും പിന്നെ പോകാനുള്ള കുറച്ച് സ്ട്രഗ്ലിങ്ങും എന്റെ പേഴ്സണലി ഉള്ള കുറച്ച് സ്ട്രഗിൾസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. വീട്ടുകാരുടെ കാര്യം പറഞ്ഞല്ലോ. അപ്പോ ഞാൻ മനസ്സിലാക്കിയത് ഷഹലന്റെ വീട്ടിൽ ഒരുപാട് കലാകാരന്മാരുള്ള വീടാണ്. അപ്പൊ ഷഹലി ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോ എത്രത്തോളം ഉണ്ടായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സപ്പോർട്ട്? കാരണം എന്ന് വെച്ചാൽ ഒരു ടിപ്പിക്കൽ ഒരു രീതിയാണ്, നന്നായിട്ട് പഠിക്കുക, ജോലി വാങ്ങിക്കുക, പ്രത്യേകിച്ച് ഗേൾസിന്റെ കാര്യത്തില്. അപ്പൊ അതൊന്നൊക്കെ മാറ്റിയിട്ട് വേറൊരു പ്രൊഫഷൻ തന്നെ തെരഞ്ഞെടുത്തപ്പോ അപ്പൊ ആ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? സപ്പോർട്ട് ആക്ച്വലി ക്യാഷ് ഒന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. എന്തായാലും സപ്പോർട്ട് വേണമല്ലോ. സപ്പോർട്ട് നന്നായിട്ട് വേണം. അത് പ്രത്യേകിച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഈ ഒരു മേഖലയില് ഫാമിലി സപ്പോർട്ട് എന്റെ ഒരു പെർസ്പെക്റ്റീവില് പറയാന്നുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആ. കാരണം നമുക്ക് ഒരാള് സിംഗിൾ ആയിട്ട് നിന്ന് വർക്ക് ചെയ്യുന്നത്, ഐ മീൻ മാരീഡ് ആണെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. നേരെ മറിച്ച് ഇപ്പൊ നിങ്ങൾ സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരന്റ്സിന്റെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. നേരെ മറിച്ച് നിങ്ങൾ മാരീഡ് ആണ്, നിങ്ങൾക്ക് മാരീഡ് ആയിട്ടുള്ള ഇൻലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട്. നമുക്ക് ഒരു ഫാമിലി നോക്കണം, രണ്ട് ഫാമിലി നോക്കണം. എന്റെ കേസിൽ നേരെ തിരിച്ചു, എന്റെ ഇൻലോസ് ആയിരുന്നു ഫുൾ സപ്പോർട്ട്. നമ്മൾ വിചാരിക്കൂ നമ്മളെ ഫാമിലിയാണ്. ഞാനിത് കാര്യം പറഞ്ഞപ്പോ മാഷാഅല്ലാ ഇപ്പോഴും സ്റ്റിൽ ഭയങ്കര സപ്പോർട്ടാണ് അവര്. എന്റെ ഇൻലോസ്, ഹസ്ബൻഡ് ആയാലും മദറിൻലോ ആയാലും ഫാദറിൻലോ എല്ലാരും. എന്റെ ഫാമിലി, എന്റെ വീട്ടുകാര് ഫസ്റ്റ് ഒന്ന് അവർക്ക് നല്ല എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അതെ അതെ, മകളെ പഠിപ്പിച്ച് മൈക്രോബയോളജിസ്റ്റ് ആക്കിയതാണ്. അപ്പം പ്രത്യേകിച്ച് എന്റെ ഉമ്മ ആക്ച്വലി പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെയൊക്കെ ആ ഒരു വൈറ്റ് കോളർ നോക്കുന്ന ആളാ. അപ്പം അവരെ പണ്ട് കാര്യമില്ല, കാരണം ഒരു 7 വർഷം 8 വർഷം മുന്നേ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാല് ഇത്ര ഈ ഒരു ഡിഗ്നിറ്റി, ഈ ഒരു സംഭവം കിട്ടുന്നില്ല. നമുക്ക് എന്തോ സെക്കൻഡറി ജോബ് ആയിട്ട് ഒരു സെക്കൻഡറി ജോബ് ഉണ്ടായിരുന്നു. കാരണം ഈ നേരം കിട്ടുന്ന നേരത്ത് വീട്ടിൽ കയറുക, പിന്നെ രാത്രി പകലില്ലാതെ വർക്ക്, പിന്നെ എന്താ വെക്കുമ്പോ പിന്നെ ബ്യൂട്ടീഷ്യൻ, ആ ഒരു പേരില് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒക്കെ ഇപ്പോഴാണ്. ബ്യൂട്ടീഷ്യൻ കുറവെന്നല്ല, ബ്യൂട്ടീഷ്യൻസ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുമ്പോ അവരടുത്ത് എന്തും നടക്കും എന്നുള്ളൊരു അങ്ങനെ ഒരു തോട്ടുണ്ട്. അവര് അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കാറ്റഗറി, ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇവർക്കൊക്കെ അങ്ങനെ ഒരു പേടി വന്നു. ഇങ്ങനെ പഠിപ്പിച്ച് കുഴപ്പമില്ലാത്ത മാർക്സോടൊക്കെ ജയിച്ചതാണ്. അപ്പം എന്റെ ഉമ്മാക്ക് മൈക്രോബയോളജി PG എടുക്കണം, പുറത്ത് അബ്രോഡ് പോകണം, അവിടെ ജോലി ചെയ്യണമെന്നൊക്കെ. ഞാൻ കൊന്ന മൈക്രോബയോളജി PG എടുക്കില്ല, കാരണം ഒന്നാമത് എനിക്ക് ആ ഫീൽഡ് ഇഷ്ടമല്ല. അപ്പൊ അതുകൊണ്ട് ഉമ്മ കുറച്ച് നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഞാനിതിന്ന് പോരില്ല. പിന്നെ അങ്ങനെ ബ്രദർ നല്ല സപ്പോർട്ടായി. അങ്ങനെ വീട്ടിലെ ഉമ്മ അല്ലാത്ത എല്ലാരും സപ്പോർട്ടായി. പിന്നെ ഉമ്മ പതിയെ നിർത്തില്ല. ഞാനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞാ പിന്നെ ഉമ്മാക്ക് അറിയാം അത്യാവശ്യം തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് വീട്ടില്. അപ്പൊ ഉമ്മാക്കറിയാം ഇനിയിപ്പോ ഇവളെ നോക്കിയിട്ട് കാര്യമില്ല, ഇവളത് തീരുമാനിച്ച്. പിന്നെ അവര് ഹാപ്പിയായിട്ടാ. കാരണം ഞാൻ പറയും ഞാനൊരു മൈക്രോബയോളജിസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരോട് പിന്നെ കാശിന്റെ കാര്യം പറഞ്ഞാലേ നടക്കുള്ളൂ. ഇത്ര ഏൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർക്ക് സമാധാനം വരുള്ളൂ. അപ്പൊ ഞാൻ പറയും എനിക്ക് മൗലാനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ഏറിപ്പോയ ഒരു 15 അല്ലെങ്കിൽ ഒരു 10,000, അതിലപ്പുറം നമുക്ക് കിട്ടൂല. അത് ഞാൻ ഒരു വർക്ക് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നാ പോരെന്ന് പറയും. അങ്ങനെ ആയിട്ട് സപ്പോർട്ട് ചെയ്തു. ഒരു ആർട്ടിസ്റ്റുകൾ എന്നുള്ള രീതിയിൽ ഫസ്റ്റ് തന്നെ എനിക്ക് സപ്പോർട്ട് എന്റെ ഫാമിലിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവർക്ക് ആരും മനസ്സിലാക്കി. ഇപ്പൊ ശരിക്കും വീട്ടുകാരുടെ സപ്പോർട്ട് മസ്റ്റ് ആയിട്ട് ഈ ഒരു ഫീൽഡിൽ വേണം. മസ്റ്റ് ആയിട്ട് വേണോ ചോദിച്ചാല് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എനിക്കിപ്പോ ത്രൂ ഔട്ട് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എനിക്ക് അറിയുന്നവർ ഒരുപാട് പേര് സപ്പോർട്ട് ഇല്ലാതെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവരുടെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് ഒരുപാട് ലിമിറ്റേഷൻസാ. അതായത് ഇന്ന സ്ഥലത്ത് പോകുമ്പോ അപ്പൊ ചിലപ്പോ നമുക്കൊക്കെ എക്സ്ട്രാ വർക്ക്സ് ഒക്കെ ഉണ്ടാകുമ്പോ നമ്മള് കൊടുക്കും. അപ്പൊ പറയും ഇല്ലടാ അങ്ങോട്ട് വിടാൻ സമ്മതിക്കൂല, അങ്ങോട്ട് പോകാൻ സമ്മതിക്കൂല, മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ മാത്രം വർക്ക് എടുക്കാൻ പറ്റുള്ളൂ.
അപ്പൊ അങ്ങനെയൊക്കെ ഈ ഒരു ഫീൽഡിൽ നമ്മള് റെസ്ട്രിക്ഷൻസ് Boundaries ബൗണ്ടറീസ് വെച്ച് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും നടക്കില്ല. ഒന്നാമത് ഇപ്പോ ഭയങ്കര കോമ്പറ്റീഷൻ അതെ. നടന്നുകൊണ്ടിരിക്കുന്ന അതെ. സമയം. അപ്പോ അങ്ങനെ ആകുമ്പോ അവരെ ഫ്രീ ആയിട്ട് വിടണം, അതെ. അവരെ സപ്പോർട്ടോടെ. എന്റെ കേസിൽ ഒരു 1 year 2 year കഴിഞ്ഞിട്ടാണ് എനിക്ക് ഹസ്ബൻഡ് വേറൊരു ജോബിലായിരുന്നു. മൂപ്പരാള് പിന്നെ ആ ജോബ് റിസൈൻ ചെയ്തിട്ട് കൂടെ നിന്നു. അതിനുശേഷം അതെ, അതിന് എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാം കേട്ടോ. കാരണം ആള് വന്നതിന് ശേഷമാണ് കുറച്ചും കൂടെ നമുക്ക് ഇതില് ഗ്രോ ചെയ്യാൻ പറ്റിയത്. കാരണം ഞാൻ ഒറ്റക്ക് പോകേണ്ടടുത്തൊക്കെ മൂപ്പര് വരും. പിന്നെ എനിക്കൊരു സേഫാ, നമ്മളടുത്ത് ആരും റോങ് ആവത്തില്ല. നൈറ്റ് ആയാലും എവിടെയായാലും ഷൂട്ട്സ് ആയാലും ആളുണ്ടെങ്കില് പിന്നെ ആളുടെ കുറെ ഐഡിയാസ് നമ്മളടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യും. അങ്ങനെ ടുഗെദർ വർക്ക് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ ആയി തോന്നിയത്. അപ്പൊ അതന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്റെ മോനെ കംപ്ലീറ്റ് നോക്കിയത് എന്റെ മദറിലോ ആണ് സ്റ്റിൽ ഇപ്പോഴും ഒക്കെ. അപ്പോ അങ്ങനെ അവരും കൂടെ ഒരു ഹെൽപ്പ് കൊണ്ടാണ് എനിക്ക് എന്തെങ്കിലും എത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ. അത് ശരിയാണ്. ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ ഉണ്ട്. ഇത് മലപ്പുറം ജില്ലയില് ഇപ്പൊ ഇത്രയധികം മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഇടയിൽ നിന്ന് ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പൊ അതിലേക്കുള്ള ഒരു ടേണിങ് അതെങ്ങനെയായിരുന്നു? ഹബീബ ഈ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉദ്ദേശിച്ചത് സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് അല്ല, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഓക്കെ ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. സെലിബ്രിറ്റി ആണ്. അതായത് ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കിയാൽ അറിയാം ആള് സെലിബ്രിറ്റി ആണോ എന്നുള്ളത്. അങ്ങനെയല്ലേടാ. ആക്ച്വലി ഞാന് സത്യം പറയാന്നുണ്ടെങ്കില് എന്നെ ഫസ്റ്റ് ഒരു ഇനാഗുറേഷന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ആ കുട്ടി ലൈക്ക് അവളെ ഇൻസൾട്ട് ചെയ്യല്ല, പക്ഷെ എനിക്കിനെ ചിരി വന്ന് ലൈക്ക് അതേപോലെ തന്നെ ഫാമിലി നീയോ എന്നാ മറ്റേ സുരാജ് എന്നാലും പൊട്ടാ നീ ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ ഫാമിലി കംപ്ലീറ്റ്. ഞാൻ പറഞ്ഞു എനിക്കൊരു ഉദ്ഘാടനത്തിന് അപ്പൊ അങ്ങക്കൊരു വെള്ളം തന്നെ ഉള്ളു പുറത്ത്. അപ്പൊ അതിനു മുമ്പ് ഈ ഒരു ഇനോഗ്രേഷൻ കിട്ടുന്നതിന് മുമ്പ് ഏതെങ്കിലും സെലിബ്രിറ്റികൾ മേക്കപ്പ് ചെയ്തിരുന്നോ? അല്ലടാ, ഒന്നുമില്ല, ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ എന്നിട്ട് വീണ്ടും ഞാനൊന്ന് കൺഫേം, അല്ലെ ശൈല ഞാൻ തന്നല്ലേ. അപ്പൊ ഇതെന്താ സംഭവം വെച്ചാല് ഞാൻ അതിന്റെ മുന്നേ തന്നെ ഈ ഓൺ വോയിസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഐ മീൻ പറഞ്ഞല്ല, നന്നായിട്ട് സംസാരിക്കും. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടു. യൂട്യൂബിൽ ഒരു ഫസ്റ്റ് വീഡിയോ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ അതെ അതെ, ഭയങ്കര ക്രിഞ്ച്. അങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്ത് അങ്ങനെ യൂട്യൂബ് ചാനലിൽ ഉണ്ടായിരുന്നു ഓൺ വോയിസ്. അതായത് കൊറോണയാണ് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തത്. കൊറോണയുടെ സമയത്ത് നമുക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം കുറെ കിട്ടി. അങ്ങനെ ആ കൊറോണയുടെ സമയത്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഞാനിങ്ങനെ ടിപ്സും കാര്യങ്ങളും പുതിയ എന്തെങ്കിലും കണ്ടന്റ് ആയിട്ട് ചെയ്യാന്നുള്ള രീതിയിലാക്കിയിട്ടുള്ളത്. അങ്ങനെ ആ കണ്ടന്റുകള് ആളുകളിലേക്ക് എത്തി. അന്ന് IGTV ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമില്. അങ്ങനെ IGTV സ്റ്റാർട്ട് ചെയ്തു. IGTV സ്റ്റാർട്ട് ചെയ്ത് ഓൺ വോയിസ് ചെയ്ത് നല്ല ഫോളോവേഴ്സ് ആയി. കുറച്ചാള് ഞാൻ എപ്പോഴും ഹലോ ഞാൻ ശല ബക്കർ എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ പേഴ്സണൽ ബ്രാൻഡിങ് തന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങി. എന്റെ ഒരു ഫ്രണ്ട് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. അപ്പോ സ്റ്റിൽ അവർ നമ്മളെ കൂടെ ഉണ്ട്. അപ്പൊ അവൻ എന്നെ പറയും ഇങ്ങനെ അങ്ങനെ ചെയ്യുന്നുള്ള രീതിയിൽ. അങ്ങനെ ചെയ്താണ് ഫേസും എന്റെ വോയിസും മേ ബി ഫെമിലിയർ ആയി തുടങ്ങിയത്. അങ്ങനെയാണ് ഈ കുട്ടി ഇനാഗുറേഷൻ വിളിച്ചത്. കാരണം അന്ന് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഇനാഗുറേഷൻ ചെയ്യുന്ന ഒരു ട്രെൻഡാണ്. സെലിബ്രിറ്റീസ് ഫിലിമിലെ സെലിബ്രിറ്റീസ് ഒന്നും അല്ല, വ്ളോഗിങ് ചെയ്യുന്നവര്, അതുപോലെ ഇൻസ്റ്റഗ്രാം ഈ വ്ളോഗേഴ്സ്, അതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ അവരൊക്കെ ഇനാഗുറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്ന് ഞാനും നീഹയായിരുന്നു, നീഹ റിയാസ്, നീഹ ഞാനും ഒരുമിച്ചായിരുന്നു ആ ഒരു ഷോപ്പ് ഇനാഗുറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാണ് തുടക്കം. അവിടുന്ന് അങ്ങോട്ട് പിന്നെ കുറെ ഇങ്ങനെ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ വരും, ഗസ്റ്റ് ആയിട്ട് പോവും. ആദ്യമൊക്കെ ഭയങ്കര ഇവരെ ഇനി കളിയാക്കാണോ ചുമ്മാ, നമുക്ക് ചില കാര്യങ്ങൾ നമുക്കിങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷെ അത് കുഴപ്പമില്ല. പിന്നെ അവർക്കും കുഴപ്പമില്ല, നമുക്കും നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ അവർക്കും വർക്ക് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ കൂടെ പതുക്കെ ഒരു ഇൻഫ്ലുവൻസിങ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഗസ്റ്റ് ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ പയ്യെ സ്റ്റാർട്ട് ചെയ്തത്. നേരത്തെ പറഞ്ഞല്ലോ എന്താ മേക്കപ്പ് പ്രൊഡക്ട്സ് ആൾക്കാർ കാണിക്കാൻ ഭയങ്കര ഒരു സീക്രട്ട് ആണ്, അത് മാറ്റി വെക്കുന്നൊക്കെ. അപ്പോ ഷഹല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എല്ലാ ടിപ്സും പബ്ലിക്കലി അങ്ങ് പറഞ്ഞു കൊടുക്കും, ഓൺ വോയിസിൽ ചെയ്യാണ്. അപ്പോ അതൊരു വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടോ? മാറ്റം എന്ന് പറഞ്ഞാല് എനിക്കത് 2 രീതിയിൽ എന്നെ അത് എഫക്ട് ചെയ്തിട്ടുണ്ട്. ഒന്ന് പോസിറ്റീവായിട്ടും
ഒന്ന് നെഗറ്റീവായിട്ടും. അത് ആദ്യം പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് അല്ലേ? ഓക്കെ. അപ്പൊ ഈ പോസിറ്റീവ് ആയിട്ട് വന്നത് പറഞ്ഞാല് ഒരുപാട് കുട്ടികള്, അതായത് ഇപ്പം ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാൻ ചിലപ്പോ അത്യാവശ്യം നല്ല ഫീസ് ആണ് ഇത് പുറത്ത് പഠിക്കണമെങ്കിലൊക്കെ. അപ്പൊ അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാതെ ലൈക്ക് എന്തെങ്കിലും ഏൺ ചെയ്യണം, സെൽഫ് ഇൻഡിപെൻഡന്റ് ആവണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം എന്നൊക്കെ വിചാരിക്കുന്ന കുട്ടികൾക്ക് ഈ ഒരു ടിപ്സ് ഇവരിത് ഫോളോ ചെയ്ത്. ഇപ്പൊ ഞാൻ പഠിച്ചല്ലോ, അത് ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് നമുക്ക് ലാംഗ്വേജ് ഒന്നും മനസ്സിലാവില്ല. ഇത് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ ഇന്റെ ഭാഷയിൽ എന്റെ എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് അത് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് പേര് പഠിച്ച് അവര് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ വിളിച്ചു പറയും. അത് ഭയങ്കര സന്തോഷമായിരുന്നു. അത് ഭയങ്കര സന്തോഷം. അതിനോട് ക്ലാസ്സിലൊക്കെ കുട്ടികൾ പറയും, എന്നിട്ട് ശൈലത്താന്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ഞാൻ ഫസ്റ്റ് എനിക്ക് ഏണിങ്സ് കിട്ടി, ഇന്നെന്റെ ഫസ്റ്റ് വർക്കാന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെസ്സേജ് ചെയ്യും. ഭയങ്കര പ്രൗഡ്. ആ ഒരു ഇത് കിട്ടുന്നോണ്ട് ബാക്കിലുള്ള നെഗറ്റീവ്സ് ഒന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാല് കുറെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഒപ്പം ഉള്ളവർക്ക് തന്നെ അല്ല, ഒരു കാര്യം ഒരു ഭാഗത്ത് നിന്ന് ആലോചിക്കുകയാണെങ്കിൽ അത് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചോളം അങ്ങനെയാണ്. കാരണം നമ്മള് ചെയ്യുന്ന കാര്യങ്ങള് ഇങ്ങനെ പുറത്ത് പറയാ. കാരണം കുറെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സീക്രട്ട് ആയിട്ട് വെച്ചിട്ടുള്ള പ്രൊഡക്ട്സുകൾ ഞാന് ടിപ്സ് എടുത്ത് കാണിച്ചു കൊടുക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പൊ ആദ്യം അത് എന്തിനാ ശാല അങ്ങനെ ചെയ്യുന്നേ, അത് എല്ലാവരും ബാധിക്കുന്ന അല്ലേ, അങ്ങനെയൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു, ആദ്യം ഞാനൊന്ന് ഡൗൺ ആയി. പിന്നെ ആയിരുന്നു ഇല്ല, നമുക്ക് കുറച്ച് പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ട് മാത്രം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവുന്നില്ല, ഒരിക്കലും ആവില്ല. അതെ, നമുക്കത് ഉള്ളിലൊരു ആഗ്രഹവും നമുക്കതിന് ഹാർഡ് വർക്ക് ചെയ്യാൻ ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ആർട്ടിസ്റ്റ് ആവുള്ളൂ. ബൈ ഹാർട്ട് അല്ലല്ലോ ഇത്. അത് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാനൊരു പ്രൊഡക്റ്റിന്റെ പേര് അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്ത് അവര് കൊണ്ടുപോയി ഒരു ക്ലയന്റിന്റെ മുഖത്ത് ഇട്ട് വെച്ചാൽ അത് സക്സസ് ആവില്ല. അത് അവർക്ക് ഉള്ളുന്ന ഒരു സ്കില്ല. അതവര് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ടൈം എടുക്കും. അതില് 10 പേരിൽ 2 പേരെ ആവത്തുള്ളൂ, ഒരു ആർട്ടിസ്റ്റ് ആവത്തുള്ളൂ. ബാക്കി 10 പേര് അത് കേട്ട് പോകും. ഞാൻ ബാക്ക് ഔട്ട് ചെയ്തില്ല, മുന്നോട്ട് തന്നെ പോയി. ഞാൻ ആരും മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് കോമഡി, ഈ പറയുന്ന ആൾക്കാരെന്നെ പിന്നീട് അത് ചെയ്തോണ്ടിരുന്നു. ഈ ടിപ്സ് അതും ഒരു ഏണിംഗ് ആയി എന്താണെങ്കിലും. പക്ഷെ എല്ലാരും ഞാൻ പിന്നെ ഇതുപോലെ എല്ലാരായിട്ട് ഇങ്ങനെ അതുകൊണ്ട് ഏറാനും പോവില്ല, കുറയാനും പോകാറില്ല. അതുകൊണ്ട് കാര്യം പറഞ്ഞ അങ്ങനെ ആക്കി, അതങ്ങനെ സെറ്റായി. പിന്നെ നെഗറ്റീവായിട്ട് ഇത് ബാധിച്ചത് ഇതന്നെ, ക്ലാസ് കൊടുക്കാൻ ഫീസ് വെച്ച് ക്ലാസ് കൊടുക്കണത് ഫ്രീ ടിപ്സ് ആയിട്ട് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ളത്, നമുക്കുള്ളത് എങ്ങനെയായാലും കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ വരും. അതിപ്പോ റീസെന്റ്ലി എൻ്റെ ഒരു ക്ലയന്റിന്റെ ഉമ്മ കേട്ടോ, അപ്പൊ മിനിഞ്ഞാന്ന് എങ്ങാണ്ടുമാണ്. അപ്പം അവര് നല്ല ഫാമിലി എന്നിട്ടോ. അവര് എന്നിട്ട് എന്നോട് പറഞ്ഞു, ശലാബക്ക പറഞ്ഞപ്പോ ഞാൻ വലിയൊരാളാണ് പ്രതീക്ഷിച്ചത്. ഐ മീൻ കുറച്ച് പ്രായം മീൻസ് പ്രായം എന്ന് ഉദ്ദേശിച്ചത് സംസാരത്തിലൊക്കെ ഭയങ്കര, ഞങ്ങളൊന്നും മിണ്ടൂല, ഭയങ്കര ഞാൻ പറഞ്ഞു, ഇന്റെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾ ഇന്നെ ജാടാന്ന് തന്നെ പറയണം. അല്ല, അങ്ങനെയല്ല മോളെ, വീഡിയോയിൽ കാണുമ്പോ എല്ലാരും ചിലപ്പോ ആക്ട് ചെയ്യും, നല്ല പോലെ ആക്ട് ചെയ്യും, നേരിട്ട് അങ്ങനെ ആവണമെന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ നേരിട്ടും വീഡിയോയിലൊക്കെ ഇതുപോലെ തന്നെയാണ്. അപ്പൊ അവർ പറഞ്ഞു, അത് എനിക്ക് മനസ്സിലായി, ഷാലക്ക് ഉള്ളത് ഷാലക്ക് വരും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോകുന്ന ആളല്ലേ എന്ന് വെച്ചു. അതെ, അത്രേ ഉള്ളൂ. അപ്പൊ എനിക്കിപ്പോ വർക്ക് വരുന്നുണ്ടെങ്കിൽ സ്റ്റിൽ മാഷാ അല്ലാഹ് നല്ല, ഇപ്പൊ ആ ഒരു വീഡിയോ ചെയ്തു എന്റെ വർക്ക്സ് പോയിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഫ്രീ ടിപ്സ് കൊടുത്തു വെച്ചിട്ട് എന്റെ ക്ലാസ്സിന് കുട്ടികൾ വരാതിരുന്നിട്ടുമില്ല, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല, നമ്മൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു നല്ല രീതിയിൽ തന്നെയാണ്. നമ്മൾ എപ്പോഴും കാണുന്നത് റിസൾട്ടുകളാണ്. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫൈനൽ ലുക്സ്, ഒരു സെക്കൻഡിൽ ഇങ്ങനെ മാറുന്ന ട്രാൻസിഷൻ റീൽസ്. പിന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ വരുമ്പോ എപ്പോഴും വലിയ ബാഗ് കൊണ്ടൊക്കെ വരുന്നത്. അതേപോലെ എല്ലാവരും കോമൺ ആയിട്ട് പറയും, ബ്രൈഡ് എണീക്കുന്നതിന് മുമ്പ് തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എണീക്കണം എന്നുള്ളത്. അപ്പൊ അതിനൊക്കെ പിന്നീടുള്ള ഒരു സ്ട്രഗിള്, അത് സത്യമാണോ? അയ്യോ, സത്യമാണോന്നോ? നമ്മൾ ആക്ച്വലി സ്ട്രഗിൾ എന്ന് പറഞ്ഞപ്പം എന്റെ ബ്രൈഡ്സ്, ഞാൻ ഓൾറെഡി കണ്ടന്റുകൾ എടുക്കുന്ന ആളായതുകൊണ്ട് എല്ലാ ബ്രൈഡ്സിന്റെയും കണ്ടന്റ് എടുക്കാണ്ട് വിടാറില്ല. അപ്പൊ ഇങ്ങനെ ഈ കണ്ടന്റ് എടുക്കുമ്പം ഇവര് ലൈവായിട്ട് ചെയ്യുമ്പോൾ, അയ്യോ എന്റെ ശലത്ത ഇത്ര റിസ്ക് ഉണ്ടോ ഈ കണ്ടന്റ് എടുക്കാന്, നമ്മൾ കാണുമ്പോ കഴിഞ്ഞു ഒരു സാധനം. ഇതാണ് കാരണം, ഒരു ലൈറ്റ് ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ, അപ്പോഴത്തേക്ക് അസിസ്റ്റന്റ് കൊണ്ട് വേറെ ലൈറ്റ് മുകളില്, ഇങ്ങനെയൊക്കെ ഫുൾ ലൈറ്റ്സും കൊണ്ടും ഒക്കെ പോണല്ലോ. മേക്കപ്പിന്റെ ബാഗ് മാത്രം പോരാ, ലൈറ്റ്സും എല്ലാം വേണം. കാരണം ഇപ്പോ
നല്ല ക്വാളിറ്റി കണ്ടന്റ് ഇമ്പോർട്ടന്റ്. അതെ. അതിന് ലൈറ്റിംഗ് വേണം. അപ്പോ ചിലപ്പോ ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ നമ്മളെ പ്രാഗ് കിട്ടോ, കാരണം അവരുടെ അടുത്ത് ഇല്ലാത്തില്ലാറെ ലൈറ്റ്സ് നമ്മൾ ക്യാരി ചെയ്തിട്ട് പോയി, ഇതൊക്കെ കഴിഞ്ഞിട്ടേ വീടുള്ളൂ. ഇതിലിപ്പോ സ്ട്രഗിളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് സ്ട്രഗിളിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ആസ് എ മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്കുണ്ട്. പക്ഷെ ഇതെല്ലാം തരണം ചെയ്ത് നമ്മളൊരു ഇതിനോടൊരു ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത്. നേരത്തെ പോകണം. അപ്പൊ നമുക്കിപ്പോ ഒരു 8 മണിക്ക് ബ്രൈഡ് ഒരുങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്നൊരു 5 മാക്സിമം 5:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഈ 5:30 നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ അസിസ്റ്റൻസിനെയും എല്ലാരെയും കണക്ട് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 hour ഡിസ്റ്റൻസിലാണെങ്കിൽ പോലും നമ്മൾ 2 മണിക്ക് എണീക്കേണ്ടി വരും. അതെ. നമ്മൾ കിടക്കുന്നത് 12 മണിയായിരിക്കും. അതെ. അപ്പം എന്നിട്ട് നേരത്തെ കിടക്കുന്ന സ്വഭാവം ഒന്നും നമുക്ക് ഉണ്ടാവില്ലല്ലോ, ഈ എഡിറ്റിംഗ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം നേരത്തെ എണീക്കുന്നത് ഭയങ്കര ലേറ്റ് ആയി കിടന്നാലും കുഴപ്പമില്ല, എണീക്കുന്നത് ഭയങ്കര പാടാ. അത് ഉറക്കുണ്ടാവില്ല. പിന്നെ ലോങ് ട്രാവൽ, ഒരേ ഇരിപ്പ്. പല ബ്രൈഡ്സും ഉറക്കം നോക്കിയിരിക്കുന്ന വീഡിയോ തന്നെ കാണാറുണ്ട്. ബ്രൈഡ്സ് പിന്നെ ചില ബ്രൈഡ്സിനോട് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യുമ്പോൾ മോള് ഉറങ്ങിക്കോ, ഒരു പവർ നാപ്പ് എടുത്തോ എന്ന് പറയും. കാരണം അവർക്ക് അല്ലെങ്കിൽ ഒരു തലേ ദിവസത്തെ പരിപാടി കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് ചോദിക്കും, ഞങ്ങൾക്ക് ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ, നിങ്ങൾക്ക് ഈ സീസൺ ടൈമിലൊക്കെ ഇത്രയും കണ്ടിന്യൂസ് വർക്ക് ഇടുമ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല, ഇതന്നെ, നമ്മൾ അതിനോടങ്ങ് ഓക്കെ ആവും. പക്ഷെ എല്ലാം കൂടെ ലാസ്റ്റ് ഒരു പണി വരാനുണ്ട്. കാരണം ഫിസിക്കലി നല്ല പ്രശ്നം വരുന്നുണ്ട് നമുക്കിപ്പം. ഞാനിപ്പോ 30 ആണ്. പക്ഷെ എന്റെ ഉമ്മാന്റെ ഒക്കെ ആ ഒരു 30-ലുള്ള ആരോഗ്യവും കാര്യമൊന്നും നമുക്കുണ്ടാവില്ല. അത് ഒന്നാമത് കണ്ടിന്യൂസ് ബെൻഡിങ് വരും നമുക്ക്. ഒരേ 4 മണിക്കൂർ ഒക്കെ ഒരേ നിപ്പില് ചെയ്യണത്. അത് നമ്മളെ അത് ഇപ്പൊ എന്റെ എക്സ്റേ ഒക്കെ എടുത്തപ്പോ ഫിസിയോതെറാപ്പി ചെയ്യാൻ വേണ്ടിട്ടുണ്ട്. കാരണം ബെൻഡ് ഉണ്ട് ഓൾറെഡി നമുക്ക്. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ സ്പൈനിലും ബെൻഡ് ഉണ്ടായിരിക്കും. അത് പിന്നെ നിവരൂല, അത് പിന്നെ പെയിൻ വരും. അപ്പോ ഇതിന്റെ കൂടെ ഹെൽത്തും കൂടി നോക്കണം. പിന്നെ ഒരാളുടെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫുഡ് ആൻഡ് സ്ലീപ്പ്. ഉറക്കവും ഭക്ഷണവും കറക്റ്റ് അല്ലെങ്കിൽ പിന്നെ ആ ആളുടെ മൊത്തം കയ്യിൽ നിന്ന് പോവും. അത് രണ്ടും ഇല്ലാത്തൊരു മേഖലയാണ് നമ്മള്. ഫുഡ് കറക്റ്റിന് ഇല്ല, ഉറക്കം തീരെ ഇല്ല. കാരണം നമ്മളിപ്പോ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിൽ പോകുമ്പോൾ ഒരു 10 മണിക്ക് ബ്രൈഡ് ഒരുങ്ങി കഴിഞ്ഞാല് നമ്മൾ ചിലപ്പോഴേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. പിന്നെ ബ്രഞ്ച് ആയിരിക്കും. ബ്രഞ്ച് കഴിഞ്ഞ് ഈവനിങ്ങില് ഒരു 12-1 മണിക്ക് നമുക്ക് ഈവനിങ് റിസപ്ഷന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. 5 മണിക്കൊക്കെ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അവിടെ എന്തായി, ലഞ്ച് ഇല്ല. പിന്നെ ഈവനിങ് അപ്പൊ ഡിന്നർ. അപ്പൊ എന്താ ഇതിന്റെ പേര് വിളിക്കാൻ നിൽക്കാറില്ല, ഡിന്നർ ഒന്നും കൂടെ ഒരുമിച്ച്. അങ്ങനെ ഒരു ദിവസം 2 നേരം ഒക്കെ ഭക്ഷണം, അതും സമയം തെറ്റിയിട്ടൊക്കെ. അതും കല്യാണ വീട്ടിലെ ഭക്ഷണം, ആ ടൈപ്പ് ഓഫ് ഫുഡ്. പിന്നെ എന്നും പൊറോട്ട ആയിരിക്കും. അത് നമ്മൾ പ്രത്യേകിച്ച് നമ്മളെ മുസ്ലിംസിന്റെ ഒരു ഇതാണല്ലോ, രാവിലെ കല്യാണ വീട്ടിൽ പൊറോട്ട മസ്റ്റാ. അത് നമുക്ക് പക്ഷെ ഞാൻ ഇപ്പൊ യൂഷ്വലി കഴിക്കാറില്ല. അപ്പൊ അതൊരു സ്ട്രഗ്ലിംഗ് ആണ്. പിന്നെ നമുക്ക് ഈ ലഗേജ് ക്യാരി ചെയ്യണത്, അത് ഫ്രീലാൻസ് വർക്കേഴ്സിന് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്ന കാര്യമാണ്. കാരണം ഒരുവിധം നമ്മുടെ വാനിറ്റി അല്ല, ഇപ്പൊ ട്രോളിയാണ്. ട്രോളിയിലൊക്കെ 2-3 ട്രോളിയിൽ അത്രയും സാധനങ്ങൾ ഉണ്ടാവും. നമ്മളൊരു സ്റ്റുഡിയോ അങ്ങ് സെറ്റ് ചെയ്യല്ലേ. അപ്പൊ ആ ഒരു ക്യാരി ചെയ്യാന് അധിക ബ്രൈഡ്സിന്റെയും റൂം മുകളിലായിരിക്കും. നമ്മളിത് ക്യാരി ചെയ്ത് ചില ആളുകളുടെ വീട്ടില് നമ്മുടെ വണ്ടി പോവില്ല. അപ്പൊ അത്രയും പോകുമ്പോ നല്ല രസമാണ്, പോരുമ്പോഴാണ് പ്രശ്നം. പോരുമ്പോ വർക്ക് കഴിഞ്ഞ് നമ്മൾ ക്ഷീണിക്കും. അപ്പൊ അത് ഒരു വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വർക്കിനൊക്കെ ഓടുമ്പോ ഈ പാക്കിങ്ങും ഇതും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട്. ഈ റീലിൽ കാണുന്ന സംഭവം ഒന്നും അല്ല, റിയൽ ആയിട്ട് ഇത് വലിച്ചു കൊണ്ടുപോകുന്നതും ഭയങ്കര ഒരു ഭ്രാന്ത് ലുക്കൊക്കെ ആയിരിക്കും ചിലപ്പോ. അങ്ങനെ കുറച്ച് സ്ട്രഗിൾ. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ബ്രൈഡ് ആ മിററിലെ കാണിച്ചു കൊടുക്കുമ്പോ അവരൊരു മുഖത്ത് തന്നെ ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് മതി നമുക്ക്. ഇതെല്ലാം മറക്കും. കാരണം എല്ലാ ബ്രൈഡും റിസൾട്ട് തന്നെയാണ് ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സത്യം അതന്നെ. എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു ഇൻസ്പിറേഷൻ, ഒരു എനർജിയോ അതന്നെ ആയിരിക്കും. ആ ബ്രൈഡിനെ കാണുമ്പോ പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്തിട്ട് ആ ഫൈനൽ ഔട്ട് കിട്ടുമ്പോ അതെ. പിന്നെ പാരന്റ്സും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ നമ്മളെടുത്ത് നല്ല അഭിപ്രായമൊക്കെ പറയുമ്പോ, മോളെ നല്ല രസമുണ്ട് എന്നൊക്കെ പറയുമ്പോ അത് മതി നമുക്ക്. നമ്മുടെ പകുതി അവിടെ സക്സസ് ആ. അപ്പൊ പിന്നെ ഈ ഒരു വേദനയും കാര്യമൊന്നും, പിന്നെ വീട്ടിൽ വന്ന് ഒറ്റ കിടപ്പായിരിക്കും. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ വന്ന് കിടക്കാൻ സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു ഫാമിലിയും കൂടെ വേണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു വർക്ക് നേരം വെളുത്താൽ പോണം. നമുക്കൊക്കെ മോനുണ്ട്, വീട്ടിലത്തെ കാര്യങ്ങള്,
അപ്പോ സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ന് അതെ, ആലോചിച്ചാൽ അതെ, അതിന്റെ ഒരു ബുദ്ധിമുട്ട് ഉറപ്പായിട്ടും. വേറെ തന്നെ ആയിരിക്കും. ഇപ്പൊ പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ബിസിയാണ്, ബാക്ക് ടു ബാക്ക് വർക്കാണ്. അപ്പൊ അതിന്റെ സ്ട്രെസ്സും പ്രഷറൊക്കെ എന്താണെങ്കിലും ഉണ്ടാകും. അപ്പൊ ഇതൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരു ഒരു ഗോ ടു പേഴ്സൺ ആരാണ്? ഗോ ടു പേഴ്സൺ എല്ലാ പ്രശ്നങ്ങളും ഷെയർ ചെയ്യാൻ അങ്ങനെയൊക്കെ അല്ലെ. ആ. എനിക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളാവണമെന്നില്ല, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാൻ. ആയിട്ട് ഈ ഇത്രയും എന്താ പ്രഷർ എന്നൊക്കെ ഒന്ന് പോയി ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പം എന്റെ ഒരു കാര്യം പറയാന്നുണ്ടെങ്കിൽ ഇപ്പോ സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഫസ്റ്റ് പ്രയോറിറ്റി മേ ബി ഞാൻ സെൽഫായിട്ട് തന്നെ ആയിരിക്കും. ഓക്കെ. അത് മേ ബി ചെറുതിലേ അങ്ങനെ തന്നെയാ. കാരണം ഇനിയിപ്പോ എന്തൊരു പ്രശ്നം വന്നാലും ഞാനത് സോർട്ട് ഔട്ട് ചെയ്തിട്ട് പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രമേ രണ്ടാമതൊരാളത് അറിയുള്ളൂ. അതെ, അത് അങ്ങനെ സ്റ്റിൽ അങ്ങനെ തന്നെയാണ്. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. അതിനിപ്പോ എത്ര ഭർത്താവ് ഉണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും ഉമ്മ ഉണ്ടെങ്കിലും ഉപ്പ ഉണ്ടെങ്കിലും സെൽഫായിട്ടൊരു കുറച്ചൊരു എനിക്ക് ഞാൻ സ്ട്രോങ് ആണെന്ന് തന്നെ വിശ്വസിക്കാനാണ് എനിക്കും ഇഷ്ടം. ഒരുവിധം ഒക്കെ ഞാൻ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് പോകും. ഹാപ്പിനെസ് എന്തായാലും ഒബ്വിയസ്ലി ഞാൻ എന്റെ ഫാമിലി അടുത്ത് തന്നെയാണ് വരാറ്. അറ്റ് ദ എൻഡ് ഓഫ് ദ സ്റ്റോറി ഹസ്ബൻഡ് തന്നെയാണ് ഓടി വന്ന് മൂപ്പരടുത്ത് ഇനിയിപ്പോ സങ്കടമായാലും ദേഷ്യമായാലും അവിടെ തന്നെയാണ് വന്ന് ഷെയർ ചെയ്യാറുള്ളത്. ഫ്രണ്ട്സ് ഉണ്ട്, ബട്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാല് കുറെ ഡിസ്റ്റൻസ്. ഇപ്പം എല്ലാരും പല 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 തിരക്കിലായിരിക്കും, ഫോൺ വിളിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതെ. പിന്നെ അവരും വർക്ക് ചെയ്യുന്നവരാണ്, അവരും മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറഞ്ഞാല് എനിക്ക് എന്റെ ഫാമിലി തന്നെയാണ്. അപ്പം അവിടെ തന്നെയാണ് ആ ഒരു പ്ലേസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതും സെക്കൻഡറി ആയിട്ട് ഞാൻ കാണാറുള്ളൂ. ഞാനിപ്പോ എന്തെങ്കിലും ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ എന്നെ കാണാൻ കൊള്ളാം, നല്ല ഡ്രസ് ഇട്ട് കുഴപ്പമില്ല, നല്ലതാണ്. എന്നിട്ട് ഞാൻ ഓക്കെ ആയിട്ട് മാത്രമാണ് ഹസ്ബൻഡിനോട് തന്നെ ചെയ്യും. രണ്ടാമത് ഹസ്ബൻഡ് ഒബ്വിയസ്ലി ഹസ്ബൻഡ് വിളിക്കും, എങ്ങനെയുണ്ട് എന്ന് പോകുന്നപ്പോഴും അങ്ങനെ ഉണ്ട് ആണല്ലോ അല്ലേ, അത് എനിക്കൊന്നും ഓക്കെ ആവണല്ലോ. അത് വേണമെന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ സെൽഫായിട്ട് ഒരു ഇഷ്ടം നമുക്ക് തന്നെ അല്ലെ, ഒന്ന് സെൽഫ് റെസ്പെക്ട് വേണം, ഒന്ന് ഒരു സെൽഫ് ലവ്. അവനാണ് തന്നെ അത് ഇഷ്ടപ്പെടണം, എന്നാലേ ചുറ്റുള്ളവരൊക്കെ ഇഷ്ടമാവുള്ളൂ. അതുപോലെ തന്നെ നമ്മളെ അല്ലാതെ ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ വേണ്ടി കുറേ ജീവിച്ചിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല വലിയ കാര്യം. കുറച്ച് കഴിഞ്ഞ് റിയലൈസ് ചെയ്ത കാര്യമാണ് അത് കേട്ടോ. മുന്നൊന്നും അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചില ബോധം വരുമല്ലോ, നമ്മൾ നമ്മളെയും കൂടി കുറച്ച് നോക്കണം എന്നൊക്കെ. അങ്ങനെ ഒരു സംഭവം ആണത്.